നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ അനദർ വീഡിയോ. പലപ്പോഴും സൗരയൂഥവും അതിനു ചുറ്റുമുള്ളതും അതിനപ്പുറത്തേക്കുള്ളതുമായ കാര്യങ്ങൾ ശാസ്ത്രത്തിന് കൗതുകമുണർത്തുന്നതാണ്. പലപ്പോഴും ശാസ്ത്രത്തെ പോലും അമ്പരപ്പിക്കുന്ന ചില ഗ്രഹങ്ങളുണ്ട്. അതിലൊന്നാണ് ചൊവ്വ. ഇപ്പോൾ ചൊവ്വയുടെ ഉപരിതലത്തിൽ 1.5 കിലോമീറ്റർ ആഴത്തിൽ ജലസാന്നിധ്യം കണ്ടെത്തി. നാസയുടെ റോബോട്ടിക് ഇൻസൈറ്റ് ലാൻഡറാണ് ഇത്തരം വിവരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിച്ചത്. സമുദ്രങ്ങൾ രൂപപ്പെടുന്നതിന് വരെ കാരണമാകുന്ന തരത്തിലുള്ള ജലമാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. നാസയ്ക്ക് വേണ്ടി കാലിഫോർണിയ സർവകലാശാലയിലെ ഗവേഷകരാണ് ഈ പഠനത്തിന് തുടക്കം കുറിച്ചത്. സൗരയൂഥത്തിൽ ജീവൻ കണ്ടെത്തുന്നതിനും ജീവന്റെ സാന്നിധ്യം ഉറപ്പിക്കുന്നതിനും വേണ്ട പഠനങ്ങൾ നടക്കുന്നതിന്റെ ഇടയിലാണ് ഇത്തരമൊരു കണ്ടെത്തൽ നാഴികക്കല്ലായി മാറുന്നത്. ചൊവ്വയുടെ ഉപരിതലത്തിൽ 11.5 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ ആഴത്തിലാണ് ജലസാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. പല പഠനങ്ങളിലും ജലസാന്നിധ്യം ചൊവ്വയിൽ ഉണ്ട് എന്നത് നേരത്തെ കണ്ടെത്തിയിരുന്നു. എന്നാൽ ചൊവ്വയിൽ ആദ്യമായാണ് ദ്രവ്യരൂപത്തിലുള്ള ജലം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് മനുഷ്യവാസത്തിനുള്ള സാധ്യത എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ജീവന്റെ കണികാ സാന്നിധ്യം നിലനിൽക്കുന്നതിനുള്ള സാധ്യതയെക്കുറിച്ചാണ് ഇനി ആലോചിക്കുന്നതും. മനുഷ്യന്റെ ചൊവ്വ ദൗത്യത്തിൽ ജലത്തിന്റെ സാന്നിധ്യം എന്തുകൊണ്ടും വളരെ നിർണായകമാണ്. ഇപ്പോൾ കണ്ടെത്തിയ ഇക്കാര്യം വളരെ വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. പലപ്പോഴും സൗരയൂഥത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനും ജലത്തിന്റെ ഉറവിടത്തെയും ചരിത്രത്തെയും കുറിച്ച് മനസ്സിലാക്കുന്നതിനും സഹായിക്കുന്നു ഇപ്പോഴത്തെ ഈ പഠനം. കാലാവസ്ഥയെക്കുറിച്ചും ഭൂമിശാസ്ത്രപരമായ ചരിത്രവും കാലാവസ്ഥയും എല്ലാം മനസ്സിലാക്കുന്നതിനും ഇപ്പോഴത്തെ ഈ പഠനം സഹായിക്കുന്നു. അതുമാത്രമല്ല, ചൊവ്വയിലെ ജലത്തെ മനസ്സിലാക്കുന്നത് വഴി ശാസ്ത്രജ്ഞർക്ക് ജലസാന്നിധ്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനും സാധിക്കും. ഭൂമിയും ചൊവ്വയും തമ്മിലുള്ള താരതമ്യ പഠനങ്ങൾ സൗരയൂഥത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. എന്നാൽ നിരവധി വെല്ലുവിളികൾ ഇപ്പോഴും മുന്നിലുണ്ട് എന്നതാണ് സത്യം. ചൊവ്വയിലെ വെള്ളത്തിന് ഉപ്പുവെള്ളത്തിന്റെ സ്വഭാവമുണ്ടെന്നതും അതിൽ കൂടുതൽ ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നതുമാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പലപ്പോഴും മനുഷ്യന് ഉപയോഗിക്കുന്ന കാര്യത്തിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു. ദ്രവജലം കൂടുതലുള്ള ഭൂഗർഭ ജലസംഭരണികളിൽ എത്തിച്ചേരാൻ ആവശ്യമായ ആഴത്തിൽ വേണം സംഭരിക്കുന്നതും. ചൊവ്വയുടെ ഉപരിതലത്തിൽ നടത്തിയ ഗ്രഹത്തിന്റെ കൃത്യമായ ചലനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദ്രാവകാവസ്ഥയിലുള്ള ജലത്തിന്റെ സാന്നിധ്യം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ജലസാന്നിധ്യം കണ്ടെത്തിയതോടെ ചൊവ്വയിൽ ജീവന്റെ നിലനിൽപ്പിന് അനുകൂലമായ സാഹചര്യങ്ങൾ ചൊവ്വയിൽ ഉണ്ടാവാം എന്നാണ്. മാത്രമല്ല, ഭാവിയിൽ മനുഷ്യജീവനെ ചൊവ്വയിൽ എങ്ങനെ നിലനിർത്താമെന്നും അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നതിനെ കുറിച്ചും കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.